My dear students, welcome back to Sapphire Future Academy Board Booster Series. നമ്മൾ കഴിഞ്ഞ ദിവസം സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ പറഞ്ഞു അല്ലെ, തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫ്ലവറിന്റെ 4 പാർട്സ് പറഞ്ഞു: കാരിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അതിലെന്താണ് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന് എന്ത് പറയും? ഗൈനീഷ്യം എന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി ഇനി എന്ത് ചെയ്യണം? മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ അതിന്റെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇവന്റ്സ് ഏതാണ്? നമ്മുടെ റിപ്രൊഡക്ഷന്റെ സെക്ഷൽ റിപ്രൊഡക്ഷന്റെ ഇവന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് അല്ലെ. അപ്പൊ അത് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൽ നമ്മളൊരു ആന്തർ എന്ന് പറയുന്ന ഒരു ഭാഗം പറഞ്ഞു. എന്തായിരുന്നു ആന്തർ എന്ന് പറഞ്ഞാല്? നമുക്ക് ഇവിടെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ്രീഷ്യാണ്. ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമെൻസ്. സ്റ്റേമെൻസിൽ എന്താ ഉള്ളത്? ഒരു ഫിലമെന്റ് ആൻഡ് ആന്തർ. ഫിലമെന്റ് ആൻഡ് ആന്തർ അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഈ ആന്തറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണ്. ആന്തറിനെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെ പാർട്സ് കാണും? അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ആന്തറിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രോസ് സെക്ഷൻ എടുക്കുക. CS എന്ന് പറയും ആന്തറിന്റെ. CS എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രോസ് സെക്ഷൻ എന്നർത്ഥം. TS എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് സെക്ഷൻ. അതേപോലെ തന്നെ നമ്മൾ LS എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഇങ്ങനെ ക്രോസ് സെക്ഷൻ എടുക്കുവാണ്. അപ്പൊ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഏതുപോലെ ഇരിക്കും? ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ. ആന്തറിനെ നമുക്കൊരു ബട്ടർഫ്ലൈ ഷേപ്പ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇവിടെ ആ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ലേ. അപ്പൊ നമുക്ക് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിന്റെ ആന്തർ നോക്കിക്കഴിഞ്ഞാൽ എത്രയാ? 2 ലോബാ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ടിപ്പിക്കൽ ആൻജിയോസ്പേംസിലെ ആന്തർ എന്താണ്? ബൈ ലോബ്ഡ് ആണ്. ബൈ എന്ന് വെച്ചാൽ എത്രയാ? 2 അല്ലെ. 2 ലോബ് ഉണ്ട്. ഒപ്പം തന്നെ എന്താണ്? നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തപ്പോ കണ്ടോ 4 കോർണർ ആയിട്ട് അല്ലെ, 4 ഇങ്ങനെ ഒരു പ്രൊജക്ഷൻസ് ആയിട്ട്. അതായത് ഇവിടെ 4 സ്ഥലത്തും എന്തുണ്ട്? അതിന്റെ സ്പൊറാഞ്ചിയ ഉണ്ട്. സ്പൊറാഞ്ചിയ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിന്റെ ഉള്ളിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോസ്പോർസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് എന്തായി മാറുന്നത്? പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്. ന്യൂമറസ് മൈക്രോസ്പോർസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചർ എവിടെയാണ്? ഈ 4 കോർണേഴ്സിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ബൈലോബ്ഡ് എന്ന് പറഞ്ഞാലും ഓരോ ലോബിൽ എന്തുണ്ട്? 2 സ്പൊറാഞ്ചിയ ഉണ്ട് അല്ലെ. ഇപ്പൊ നോക്കിക്കേ, 1 2 3 4 അല്ലെ. അപ്പൊ എത്ര സ്പൊറാഞ്ചിയ വന്നു? 4 എണ്ണം വന്നു. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ആന്തർ എന്താണ്? ബൈലോബ്ഡ് ആണ്. പക്ഷെ എന്താണ് കണ്ടീഷൻ? ടെട്രാസ്പൊറാഞ്ചിയേറ്റ്. എന്താ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ? 4 സ്പൊറാഞ്ചിയ. 4 സ്പൊറാഞ്ചിയ എന്ന് വെച്ചാൽ 4 കോർണറിൽ എന്ത് കാണാൻ പറ്റും? കുറെ മൈക്രോസ്പോർസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയും. അപ്പൊ നമുക്ക് ടിപ്പിക്കൽ ആന്തർ, ആൻജിയോസ്പേമിന്റെ ആന്തർ എപ്പോഴും എന്താണ്? ബൈലോബ്ഡ് ആണ്. അതേസമയം തന്നെ എന്താണ്? ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ്. ഓരോ ലോബിൽ എന്ത് കാണാം? 2 സ്പൊറാഞ്ചിയ കാണാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, അത് മാത്രല്ല നമുക്ക് സ്ട്രക്ചർ വരുന്നത് നോക്കിക്കോ ഒന്നും കൂടിയും. ഈ റൈറ്റ് സൈഡിലുള്ള സ്ട്രക്ചറിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കണ്ടോ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് ഇങ്ങനെ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. കാരണം ഇതും ഫുള്ള് സെല്ലാണ് അല്ലെ. സെല്ല് നിറഞ്ഞിരിക്കുന്നുണ്ട് കണ്ടോ. 4 കോർണറിൽ എന്ത് കാണാൻ പറ്റും? സ്പൊറാഞ്ചിയ കാണും. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അതിനെ കൊടുക്കുക. അപ്പോ നമ്മളൊരു ആന്തറിന്റെ CS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആന്തറിന്റെ CS എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ ചെയ്യണ്ടേ? ഈ ആന്തറിനെ എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അല്ല. അതാണ് നമ്മൾ ആന്തറിന്റെ CS എന്ന് പറയും. അപ്പൊ എന്ത് കാണാൻ പറ്റും? കണ്ടോ, ഈ കാണുന്നതൊക്കെ അതിന്റെ വോൾ ലെയേഴ്സ് ആണ്, വോളുകൾ. അപ്പൊ ഓരോ ആന്തർ അല്ലെങ്കിൽ ഓരോ സ്പൊറാഞ്ചിയേനെയും കവർ ചെയ്തിട്ട് എന്ത് കാണാം? നമുക്ക് 4 ലെയേർഡ് ആയിട്ടുള്ള വോള് കാണാം. അപ്പൊ നമുക്ക് ആന്തറിന്റെ CS കാണുന്ന 2 കാര്യങ്ങളാണ്. One is called anther wall. Anther wall കാണാം. Then അതിന്റെ ഇന്നർ സൈഡിൽ എന്ത് കാണാൻ പറ്റും? സ്പോറോജീനസ് ടിഷ്യൂസ്. കണ്ടോ? അപ്പോൾ ഈ സ്പോറോജീനസ് ടിഷ്യൂസ് ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ കാണുന്ന ടിഷ്യൂസ് ആണ് സ്പോറോജീനസ് ടിഷ്യൂസ്. അപ്പൊ എന്ത് കാണാൻ പറ്റും? ആന്തറിന്റെ CS 4 ലെയേർഡ് വോളും പിന്നെ എന്ത് കാണാം? സ്പോറോജീനസ് ടിഷ്യൂസും കാണാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ആന്തറിന് എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 4 ലെയേഴ്സ് ആണ് വരുന്നത്. ആ ലെയേഴ്സിന്റെ പേരുകളൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് എപ്പിഡെർമിസ്.
എല്ലാത്തിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് ആണ് അല്ലെ, എപ്പിഡെർമിസ്. ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ഈസ് കോൾഡ് എൻഡോത്തീഷ്യം. സെക്കൻഡ് വൺ ഈസ് കോൾഡ് എൻഡോത്തീഷ്യം. എൻഡോത്തീഷ്യം. തേർഡ് വൺ ഈസ് കോൾഡ് മിഡിൽ ലെയർ. തേർഡ് വൺ ഈസ് മിഡിൽ ലെയർ. And then fourth one that is called a tapetum. Epidermis, endothelium, middle layer and tapetum. Epidermis, endothelium, middle layer, tapetum. അപ്പോൾ 4 ലെയർ ഓർഡർ ഒരു കാരണവശാലും തെറ്റിക്കരുത്, ഔട്ടർ ടു ഇന്നർ ആണ്. അപ്പൊ ഏറ്റവും എപ്പിഡെർമിസ് എവിടെയാ വരുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാ പറയുക? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ. കണ്ടോ, ഇതാണ് ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ലെയർ. സിംഗിൾ ലെയർ ആയിട്ട് കാണും. അതിന്റെ തൊട്ട് ഉള്ളിലായിട്ട് കാണുന്ന ലെയേഴ്സ് ആണ് ആര്? എൻഡോത്തീഷ്യം. എൻഡോത്തീഷ്യം. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? മൾട്ടി ലെയേർഡ് ആയിട്ട് 2 or 3 ലെയേഴ്സിലൊക്കെ ആര് വരും? മിഡിൽ ലെയർ വരും. ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് വരുന്നതാണ്, കണ്ടോ, ഈ ടപ്പീറ്റം എന്ന് പറയുന്ന ലെയർ. ഏറ്റവും ഇന്നർ മോസ്റ്റ് ആണ് ടപ്പീറ്റം. അപ്പൊ നമുക്കിവിടെ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് കൺസിഡർഡ് ആസ് ദി ഔട്ടർ മോസ്റ്റ് വൺ. എപ്പിഡെർമിസ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ. Epidermis is the outermost layer, and then tapetum is considered as the innermost layer. ബാക്കി എല്ലാവരും എവിടെ വരും? ഇപ്പൊ നമുക്ക് എൻഡോത്തീഷ്യത്തിന്റെ പൊസിഷൻ ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് മിഡിൽ ലെയർ. മിഡിൽ ലെയറിന്റെ പൊസിഷൻ ചോദിച്ചാൽ എവിടെ പറയണം? ബിറ്റ്വീൻ എൻഡോത്തീഷ്യം ആൻഡ് ടപ്പീറ്റം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എല്ലാ ലെയേഴ്സിനും എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ഈ 3 ലെയേഴ്സിനും കോമൺ ആയിട്ട് ഒറ്റ ഫങ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് മെയിൻലി ഹെൽപ്പ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ. ആർക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും? ഈ സ്പോറോജിനസ് ടിഷ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യും. ആരൊക്കെയാ നോക്കുക ഇവിടെ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ. ഇവർ 3 പേരും എന്ത് ചെയ്യും? ദാറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ. സ്പോറോജിനസ് ടിഷ്യൂസിന് പ്രൊട്ടക്ഷൻ കൊടുത്തു. ഒപ്പം തന്നെ എന്തിന് ഹെൽപ്പ് ചെയ്യും? ദാറ്റ് ഈസ് ഹെൽപ്പ് ഫോർ ഡെഹിസെൻസ്. ഹെൽപ്പ് ഫോർ ഡെഹിസെൻസ്. എന്തായിരിക്കും ഡെഹിസെൻസ് എന്നുള്ള വേർഡിന് അർത്ഥം? ഹെൽപ്പ് ഫോർ ഡെഹിസെൻസ്. ഡെഹിസെൻസിന്റെ അർത്ഥം ആന്തർ ബ്രേക്ക് ചെയ്യാം. ബ്രേക്കിംഗ് ഓഫ് ആന്തർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഹിസെൻസ്. അപ്പോൾ ഈ 3 ലെയേഴ്സും എന്തിനു ഹെൽപ്പ് ചെയ്യും? പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യും. ഇവർ 3 പേരൊന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസിന്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഈ സെൽസിന് നേരെ, സെൽസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻസ് ആണ്. ഈ പോളൻ ഗ്രെയിൻസിന് നേരെ റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെഹിസെൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് ആന്തറിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ 3 പേർക്കും കൂടി ഒരു ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ദെൻ ഇന്നർ മോസ്റ്റ് വൺ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ടപ്പീറ്റം. ഇന്നർ മോസ്റ്റ് വൺ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ടപ്പീറ്റം. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ദാറ്റ് പ്രൊവൈഡ് നറിഷ്മെന്റ്സ്. ദാറ്റ് പ്രൊവൈഡ് നറിഷ്മെന്റ്സ്. ആർക്കായിരിക്കും നറിഷ്മെന്റ്സ് കൊടുക്കുക? പോളൻ ഗ്രെയിൻസിന് നറിഷ്മെന്റ്സ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്പോറോജിനസ് ടിഷ്യൂസിന് നറിഷ്മെന്റ്സ് കൊടുക്കുന്ന ആളാണ് ആര്? ടപ്പീറ്റം. അപ്പോൾ ഈ 3 ലെയേഴ്സും കോമൺ ആയിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്തു. ഏതായിരുന്നു ഫംഗ്ഷൻ? 3 പേർക്കും കോമൺ ആയിട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസെൻസ്. ഇന്നർ മോസ്റ്റ് വൺ ആണ്, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ദാറ്റ് ഈസ് മെയിൻലി പ്രൊവൈഡ് നറിഷ്മെന്റ്സ് ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് കൊടുക്കാം. സ്പോറോജീനസ് ടിഷ്യൂസിൽ നിന്നാണ് ആര് വരുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസ് വരുന്നത്. അതുകൊണ്ടാണ് പ്രൊവൈഡ് നറിഷ്മെന്റ്സ് ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 4 ലെയേഴ്സും കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇന്നർ സൈഡ്. ഇതാണ് നമുക്ക് ഇന്നർ സൈഡ്. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്പോറോജീനസ് ടിഷ്യൂസ് എൻക്ലോസ് ചെയ്ത്. സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ പാരൻകൈമാറ്റൽ സെൽസ് എന്ത് ചെയ്യുവാണ്? പ്രോമിനന്റ് ആയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന കുറച്ച് സെല്ലുകളുണ്ട്. അതിനെ പറയുന്നതാണ് സ്പോറോജീനസ് ടിഷ്യൂസ്. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്. CS of anther shows, അല്ലെങ്കിൽ 4 layered wall മാത്രം കൊടുക്കാം and then explain their function. അപ്പോൾ ഒന്നും കൂടി നോക്കുക. ഏതാണ് 4 layered? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. അപ്പോൾ നമുക്ക് 4 layers ആയി. ഇന്നർ സൈഡ് ദർ ഈസ് സ്പോറോജീനസ് ടിഷ്യൂസ്. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂസ് എപ്പോഴും കോർണറിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ബൈലോബ്ഡ് ആൻഡ് ടെട്രാസ്പോറാഞ്ചിയേറ്റ് കണ്ടീഷൻ. ഇതാണ് നമ്മൾ ഇതൊരു ലോബ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇതില് ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ആദ്യം നമ്മൾ ആൻഡ്രീഷ്യം പഠിച്ചു, ദെൻ സ്റ്റേമൻ പഠിച്ചു, ആന്തർ പഠിച്ചു, ദെൻ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കണം നമ്മുടെ ഇവന്റ്സിലേക്ക് പോവാം. ഏതാണ് നമ്മുടെ ഇവന്റ്സ്? ഫെർട്ടിലൈസേഷന്റെ ഇവന്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷന്റെ ഇവന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
pre-fertilization event, and second one that is a fertilization event, and third one is post fertilization events. Pre-fertilization event, fertilization event and post fertilization events എന്ന് പറയും. അപ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ ഫെർട്ടിലൈസേഷൻ അല്ലെ. ഫെർട്ടിലൈസേഷന് മുന്നേ എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ഇവന്റ്സ് നടക്കുന്നോ അതിനെന്ത് പറയാം നമുക്ക്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് കൊടുക്കാം. ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഫ്യൂഷൻ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. അപ്പൊ ഇവിടെ നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. വൺ ഈസ് കോൾഡ് ഗാമിറ്റോജെനസിസ്. ഗാമിറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷൻ. ഗാമെറ്റോജെനസിസ്. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് ഗാമീറ്റ് ട്രാൻസ്ഫർ. ഗ്യാമിറ്റോജെനസിസ് ആൻഡ് ഗാമീറ്റ് ട്രാൻസ്ഫർ. ഈ രണ്ട് ഇവന്റ്സ് ആണ് എവിടെ നടക്കുന്നത്? നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫെർട്ടിലൈസേഷൻ നടന്നിട്ട്. അപ്പൊ നമുക്ക് ഫെർട്ടിലൈസേഷന്റെ പ്രോഡക്റ്റ് എന്താണ്? സൈഗോട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യും? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്താ നടക്കുക? സൈഗോട്ട് ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു എംബ്രിയോ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എംബ്രിയോജെനസിസ് എന്ന് പറയും. എംബ്രിയോ ഫോം ചെയ്യുന്നതിനെ എംബ്രിയോജെനസിസ്. അപ്പൊ നമുക്ക് മൂന്ന് ഇവന്റ്സ് ഒന്നുകൂടി നോക്കുക. വൺ ഈസ് പ്രീ ഫെർട്ടിലൈസേഷൻ, സെക്കൻഡ് വൺ ഫെർട്ടിലൈസേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. പ്രീ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നടക്കും? ഗ്യാമീറ്റിന്റെ ഫോർമേഷൻ നടക്കും, ദെൻ ഗ്യാമീറ്റിന്റെ ട്രാൻസ്ഫർ. ഗ്യാമീറ്റ് ഫോർമേഷനെ പറയുന്ന പേരാണ് എന്ത്? ജെനസിസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? ഫോർമേഷൻ. ദ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ദെൻ ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഗ്യാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മെയിലിൽ നിന്ന് ഫീമെയിലിലേക്കുള്ള ട്രാൻസ്ഫർ. നമ്മൾ പ്ലാന്റ്സിലാണെങ്കിൽ പോളിനേഷൻ എന്ന് പറയും, ആനിമൽസിലാണെങ്കിൽ എന്ത് കൊടുക്കാം? ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും. അതാണ് നമുക്ക് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫ്യൂഷൻ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? സൈഗോട്ടിൽ ചേഞ്ചസ് നടന്നിട്ട് അതെന്തായി? സെൽ ഡിവിഷൻ നടന്നത് എന്തായിട്ട് മാറി? എംബ്രിയോ ആയിട്ട് മാറി. അപ്പൊ നമുക്കിതിൽ ഫസ്റ്റ് ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് ഫസ്റ്റ് ഇവന്റ്? ദാറ്റ് ഈസ് കോൾഡ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ ഫസ്റ്റ് നടക്കുന്ന ഇവന്റ്, ഏതായിരിക്കും? പ്രീ ഫെർട്ടിലൈസേഷനിൽ ഫസ്റ്റ് നടക്കുന്ന ഇവന്റ് ദാറ്റ് ഈസ് ഗാമിറ്റോജെനസിസ്. ദാറ്റ് മീൻസ് എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? മെയിൽ ഗ്യാമീറ്റിന്റെ ഫോർമേഷനും ഉണ്ട്, ഫീമെയിൽ ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷനും ഉണ്ട്. അപ്പൊ മെയിൽ ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷനെ പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനസിസ്. ഫീമെയിൽ പാർട്ടിന്റെ ഡെവലപ്മെന്റിനെ പറയുന്ന പേരാണ് മെഗാസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെഗാസ്പോറോജെനസിസ്. ഇപ്പൊ നമുക്ക് മൈക്രോസ്പോറോജെനസിസ് ആണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്, എന്നിട്ട് നമുക്ക് മെഗാസ്പോറോജെനസിസ് പഠിക്കാം. അപ്പോൾ ഈ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈക്രോസ്പോറോജെനസിസ്? ദാറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് മെയിൽ ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് മൈക്രോസ്പോറോജെനസിസ്. അപ്പൊ വാട്ട് ഈസ് മെൻ ബൈ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കണ്ടേ? ദാറ്റ് ഈസ് ദി ഡെവലപ്മെന്റ് ഓർ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ. ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ. ഫോർമേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർ. എവിടുന്ന മൈക്രോസ്പോർ ഫോം ചെയ്യണമെന്ന് അറിയോ? അതിന്റെ ഒരു മദർ സെൽ ഉണ്ട്. ഫ്രം മൈക്രോസ്പോർ അല്ലെങ്കിൽ നമുക്ക് പോളൻ മദർ സെൽ, രണ്ടും പറയൂ കേട്ടോ. പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ. അപ്പൊ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്ന് ആര് ഫോം ചെയ്യുവാണ്? നമ്മുടെ മൈക്രോസ്പോർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് കൊടുക്കുക? മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയും. ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്, മൈക്രോസ്പോറോജെനസിസ്. അപ്പൊ നമുക്കിവിടെ പോളൻ മദർ സെൽ എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ കൊടുക്കുക, പോളൻ മദർ സെൽ. ഈ പോളൻ മദർ സെല്ലിൽ നിന്ന് എന്ത് ഫോം ചെയ്യുവാണ്? നമ്മുടെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നമുക്ക് അതിനെ മൈക്രോസ്പോർ എന്ന് പറയും.
അപ്പൊ ഇവിടെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും ഏത് ഡിവിഷനാണ് നമുക്ക് മിയോസിസ് ആണ് എപ്പോഴും നടക്കുക, മിയോട്ടിക് ഡിവിഷനാണ് നടക്കുക. അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ എവിടുന്ന് ഈ പോളൻ മദർ സെല്ല് ഫോം ചെയ്യണമെന്ന് ആദ്യം പഠിക്കണം അല്ലെ. അപ്പൊ നമുക്കിവിടെ പോളൻ മദർ സെല്ല് എവിടുന്ന് ഫോം ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഇവിടെ കുറച്ച് സ്പോറോജീനസ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞു അല്ലെ. 4 ലെയർഡ് ആന്തർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഇതിന്റെ ഉള്ളില് കുറെ സെല്ലുകൾ കാണും. ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ പോളൻ മദർ സെൽ എന്ന് പറയും, പോളൻ മദർ സെൽ. അപ്പൊ ഈ സ്പോറോജീനസ് ടിഷ്യൂസ് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു നമ്മുടെ മൈക്രോസ്പോറോജെനസിസില് ഡെവലപ്മെന്റ് എവിടുന്ന് തുടങ്ങണം, നമ്മുടെ ആന്തറിന്റെ ഇന്നർ സൈഡിൽ കാണുന്ന സ്പോറോജീനസ് ടിഷ്യൂസ്. സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദി സ്പോറാഞ്ചിയം. ഈ സ്പോറോജീനസ് ടിഷ്യൂസ് എന്തായിട്ട് മാറും, ന്യൂമറസ് സ്പോറോജീനസ് ടിഷ്യൂസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും, ജസ്റ്റ് ഇവരുടെ സൈസൊക്കെ ഒന്ന് കൂടി നല്ല പ്രോമിനന്റ് ആയിട്ട് ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു പോളൻ മദർ സെൽ, PMC എന്ന് പറയും. PMC എന്ന് പറഞ്ഞാൽ പോളൻ മദർ സെൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, മൈക്രോസ്പോർ മദർ സെൽ എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യുവാണ്, ഈ പോളൻ മദർ സെല്ലില് ഇവിടെ നടക്കുന്ന ഡിവിഷൻ എപ്പോഴും എന്തായിരിക്കും, മിയോസിസ് ആണ്. എന്താ മിയോസിസ് എന്ന് പറഞ്ഞാല് 1 സെൽ ദാറ്റ് ബിക്കം 4 ഇൻ നമ്പർ അല്ലെ. ക്രോമസോം എത്രയായിരിക്കും, ഇവിടെ 1 ഇവിടെ 2n ആണെങ്കിൽ എന്തായിരിക്കും, ഫോം ചെയ്യുന്ന ഡോട്ടർ സെല്ലിൽ എന്തായിരിക്കും ക്രോമസോം ജസ്റ്റ് ഹാഫ്, അതായത് n ആയിരിക്കും ക്രോമസോം നമ്പർ വരും. നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുള്ളതാണ് മിയോസിസും മൈറ്റോസിസ്. അപ്പോൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പ്ലാന്റ്സിലാണെങ്കിലും നമ്മുടെ ബോഡിയിലാണെങ്കിലും എന്ത് നടക്കുള്ളൂ, മിയോട്ടിക് ഡിവിഷൻ നടക്കുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഏതാണ്, സിമ്പിൾ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, പോളൻ മദർ സെല്ലില് ഏത് ഡിവിഷൻ നടക്കും, മിയോസിസ് നടക്കും. അപ്പൊ നോക്കിക്കേ, ഒരു പോളൻ മദർ സെല്ലില് മിയോട്ടിക് ഡിവിഷൻ നടന്ന എന്താ ഫോം ചെയ്യുക, 4 മൈക്രോസ്പോർ ഫോം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയും. ടെട്രാ എന്ന് പറഞ്ഞാൽ 4 എന്നർത്ഥം. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോളൻ മദർ സെല്ലില് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്തു, 4 സെല്ല് ഫോം ചെയ്തു. അപ്പൊ ഈ 4 സെല്ലും ആദ്യം എന്ത് ചെയ്യും, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യില്ല, എല്ലാവരും ഭയങ്കര ഒരുമിച്ചിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പോളൻ ടെട്രാഡ് എന്ന് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യും, അപ്പൊ ഇവരുടെ ഒന്ന് ക്രോമസോം നമ്പറും കൂടി ഒന്ന് പറയാം. നമുക്കിപ്പോൾ അത് ഒരു ഓർഗാനിസം അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ കോമൺ ആയിട്ട് എന്ത് കൊടുക്കാം, ഇവര് 2n ആണെങ്കിൽ ഇവരെന്തായിരിക്കും, n ആണ് വരിക. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്, ഈ പോളൻ മദർ സെല്ല് ഈ ടെട്രാഡിൽ എന്ത് ചെയ്യുവാണ്, മൈക്രോസ്പോർ ടെട്രാഡിൽ എല്ലാവരും സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി, നമുക്കിപ്പോ 4 മൈക്രോസ്പോർസ് കിട്ടി. ഓക്കെ, 4 മൈക്രോസ്പോർസ് കിട്ടി. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോസ്പോറോജെനസിസ് എവിടെ നടക്കുന്നതൊക്കെ, ആന്തറിന്റെ ഉള്ളിൽ. ആന്തറിന്റെ ഉള്ളില് സ്പോറാഞ്ചിയത്തിന്റെ ഉള്ളില് സ്പോറോജീനസ് ടിഷ്യൂസ് ആണ് എന്തായിട്ട് മാറിയത്, നമുക്ക് പോളൻ മദർ സെൽ. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ, ഇതാണ് നമ്മുടെ സ്പോറാഞ്ചിയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഡെവലപ്പ് ചെയ്യുന്ന സെല്ലുകളാണ് പോളൻ മദർ സെൽ. മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 സെല്ലേ കാണുന്നുള്ളൂ, 1 അതിന്റെ ബാക്കിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇവരും 4 പേരും സെപ്പറേറ്റ് ചെയ്തു, 4 പോളൻ ഗ്രെയിൻസ്. ഇവിടെ എന്താ നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് കൊടുക്കുന്നത്, ഈ പോളൻ ടെട്രാഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് കൊടുക്കാം. ഇവര് തന്നെയാണ് എന്തായിട്ട് വരുന്നത്, ഈ മൈക്രോസ്പോർ തന്നെയാണ് പോളൻ ഗ്രെയിൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് കൊടുത്തിരിക്കുന്നത്, പോളൻ ടെട്രാഡെന്നോ മൈക്രോസ്പോർ ടെട്രാഡെന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, രണ്ടും സെയിം തന്നെയാണ്. അതായത് നമുക്ക് ഈ 4 മൈക്രോസ്പോർ ആണ് എന്തായിട്ട് മാറുന്നത്, ദാറ്റ് ബിക്കം പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുക, പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്. ഇതാണ് നമ്മൾ എന്ത്, മൈക്രോസ്പോറോജെനസിസ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, സ്പോറോജീനസ് ടിഷ്യൂസ് എന്തായിട്ട് മാറി, ജസ്റ്റ് പ്രോമിനന്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പോളൻ മദർ സെൽ എന്ന് പറഞ്ഞു. ഈ പോളൻ മദർ സെൽ ഏത് ഡിവിഷൻ നടക്കും, മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്തു, 4 മൈക്രോസ്, അല്ലെങ്കിൽ നമ്മൾ 4 മൈക്രോസ്പോർസ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് നിന്നു. അപ്പൊ എന്ത് കൊടുത്തു, മൈക്രോസ്പോർ ടെട്രാഡെന്നോ പോളൻ ടെട്രാഡെന്നോ പറയാം. നെക്സ്റ്റ് എന്ത് ചെയ്തു, എല്ലാവരും സെപ്പറേറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കൊരു 25 പോളൻ മദർ സെൽ ഉണ്ട് വെച്ചാല് എത്ര മൈക്രോസ്പോർ ഇവിടുന്ന് ഫോം ചെയ്യും, 1 4 ഫോം ചെയ്യും. അപ്പൊ 25 എന്നാണ് എത്ര കിട്ടും നമുക്ക്, 100 പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ 100 മൈക്രോസ്പോർ ആണ് 25 പോളൻ മദർ സെല്ലിൽ നിന്ന് ഫോം ചെയ്യുക. കാരണം എന്താ,
ഒരു സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും 4 ഡോട്ടർ സെൽ ഇവിടെ ഫോം ചെയ്യും. 4 ഡോട്ടർ സെൽസും എന്തായിട്ട് വരും? ഫങ്ഷണൽ ആയിട്ടും വരും. അതാണ് നമുക്ക് എന്ത് പറയുന്നത് ഇവിടെ ഇതിന്റെ മൈക്രോസ്പോറോജെനസിന്റെ ഡെവലപ്മെന്റ്. അപ്പൊ നോക്കുക ഒന്നും കൂടി, ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഇത് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റോ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പോളൻ ഗ്രെയിൻസ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഓരോ ലെവലും ഡിഫറെന്റ് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് നോക്കിക്കേ, അപ്പൊ ഡെവലപ്മെന്റ് ഒന്നുകൂടി നോക്കുക. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം പോളൻ ഗ്രെയിൻസ് ഫ്രം പോളൻ മദർ സെൽ. ഫസ്റ്റ് സ്പോറോജിനസ് ടിഷ്യൂസ് പ്രോമിനന്റ് ആയി. അപ്പൊ എന്ത് കൊടുത്തു? പോളൻ മദർ സെൽ എന്ന് കൊടുത്തു. ഇതിൽ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡായി. മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെങ്കിൽ പോളൻ ടെട്രാഡ് സെപ്പറേറ്റ് ചെയ്ത് 4 മൈക്രോസ്പോർസ് ആയി. ദാറ്റ് ഈസ് ലേറ്റർ നോൺ ആസ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും നോക്കിക്കേ. ഇപ്പൊ നമുക്കിവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ, ഇത് കണ്ടാൽ മനസ്സിലാവില്ല, നമ്മുടെ ആന്തർ ആണ്. ആന്തർ എന്ത് ചെയ്തു? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ഒക്കെ ഡെഹിസൈൻസ് ബ്രേക്ക് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യുവാണ്? പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്ക് എന്താ പഠിച്ചത്? നമ്മൾ മൈക്രോസ്പോറോജെനസിസ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ പ്ലാന്റ്സിൽ എന്താ ഫോം ചെയ്തത്? പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തു അല്ലെ. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസിനെ പറയുന്ന വേറൊരു പേരാണ്, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയും. മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അപ്പൊ മെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു പോളൻ മദർ സെല്ലിൽ 4 പോളൻ ഗ്രെയിൻസ് കിട്ടി. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ എല്ലാ സ്ഥലത്തും കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ സ്പോറോജിനസ് ടിഷ്യൂസ് ഉണ്ട്. ഈ സ്പോറോജിനസ് ടിഷ്യൂസ് എല്ലാം തന്നെ എന്തായിട്ട് മാറുവാണ്? പോളൻ മദർ സെല്ലായിട്ട് മാറും. ഓരോ പോളൻ മദർ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും? 4 മൈക്രോസ്പോർ ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത് ഇവിടെ? ന്യൂമറസ് പോളൻ ഗ്രെയിൻസ്. അതായത് എപ്പോഴും മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമിറ്റ്സിന്റെ നമ്പർ എപ്പോഴും ലാർജ് എമൗണ്ട് ആയിരിക്കും. അതേസമയം ഫീമെയിൽസിലാണെങ്കിൽ ലെസ് എമൗണ്ടേ ഫോം ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയും. അപ്പൊ മെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ ആ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാത്തിലും റൗണ്ട് എന്നൊന്നുമില്ല, ഡിഫറെന്റ് ഷേപ്സിൽ. നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോളൻ ഗ്രെയിൻസിനും ഓരോ സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ നോക്കിക്കേ, പോളൻ ഗ്രെയിൻസിന് എന്തുണ്ട്? ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു വോൾ ഉണ്ട്. അപ്പൊ ഒരു പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചറിൽ 2 ലെയേർഡ് വോൾ ആണ്. 2 ലെയേർഡ് വോൾ. ഈ വോളിനെ പറയുന്ന പേരാണ്, one is called exine and another one that is called indine. exine and indine. 2 ലെയർ ഉള്ള വോളാണ് എക്സൈനും ഇൻഡൈനും. അപ്പൊ നമുക്ക് ഇവിടെ ഈ 2 വോളിനും ഇവിടെ പെക്യുലിയാരിറ്റീസ് ഉണ്ട്. അപ്പൊ എക്സൈൻ എന്ന് പറഞ്ഞ ഏത് വോളാണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് കാണുന്ന വോളാണ്. ഇതാണ് നമുക്ക് എക്സൈൻ എന്ന് പറയും. എക്സൈൻ. അപ്പൊ ഈ എക്സൈൻ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്ന അറിയോ? ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് കൊണ്ടാണ്. എന്ത് വോളാണ്? നമ്മുടെ പോളൻ ഗ്രെയിൻസിന്റെ ഔട്ടർ വോളാണ്. എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? മേഡപ്പ് ഓഫ് സ്പോറോപോളിനിൻ എന്ന് പറയും. സ്പോറോപോളിനിൻ. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്താണ്? ഈ സ്പോറോപോളിനിൻ ഭയങ്കര റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. എന്തൊക്കെ നമ്മളിപ്പോൾ ആൻസിന്റെ പ്രസൻസ്, ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ പ്രസൻസ് വന്നാലോ, എൻസൈംസിന്റെ പ്രസൻസ് വന്നാലോ, ടെമ്പറേച്ചറിന്റെ പ്രസൻസ് വന്നാലോ ഒന്നും എന്ത് ചെയ്യില്ല? ഈ സ്പോറോപോളിനിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ്? സ്പോറോപോളിനി എന്താണ്? ഇത് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആണ്. റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പോളിസാക്രൈഡ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ സ്പോറോപോളിനിൻ ആണ് എവിടെ വരുന്നത്? എക്സൈനിൽ വരുന്നത്. അതേസമയം നമുക്ക് സെക്കൻഡ് വോൾ എന്താണ്? ഔട്ടർ വോൾ എക്സൈൻ പറഞ്ഞു. സെക്കൻഡ് വൺ ദാറ്റ് ഈസ് കോൾഡ് ഇൻഡൈൻ. ഇൻഡൈൻ ഏതാണ്? ഇന്നർ വോൾ ആണ്. ദാറ്റ് ഈസ് മേഡപ്പ് ഓഫ് അനദർ കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ് ഈസ്, ഒരെണ്ണം സെല്ലുലോസ് ആണ്. ഇപ്പൊ നമുക്ക് പ്ലാന്റ്സിൽ അറിയാം അല്ലെ, സെൽ വോൾ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? സെല്ലുലോസ് ആണ്. സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ, അല്ലെ നമുക്ക് ഒരുമിച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ എന്ത് കൊടുക്കാം? പെക്ടോസെല്ലുലോസ് എന്ന് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? പോളൻ ഗ്രെയിൻസിന്റെ 2 ലെയേർഡ് വോൾ ഏതൊക്കെയാണ്? ഔട്ടർ എക്സൈനും ഇന്നർ ഇന്നൈൻ. പിന്നെന്താണ്? അതിനുള്ളിൽ ഒരു സെല്ല് ഉണ്ടാവും. ഈ സെല്ല് എന്ത് ചെയ്യുവാണ്? ജസ്റ്റ് ഒന്ന് ഡിവൈഡ്. ഇപ്പൊ ഒരു സിംഗിൾ സെല്ലാണ്, ഇത് എന്ത് ചെയ്യും? ഒന്ന് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 2 സെല്ല് ഫോം ചെയ്യും. 2 സെല്ല് ഫോം ചെയ്യും. ഈ ലാർജ് സെല്ലിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയും. ലാർജ് വൺ ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് സ്മോൾ സെൽ ഈസ് കോൾഡ് ജനറേറ്റീവ് സെൽ.
അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പോളൻ ഗ്രെയിൻസിൽ എത്ര സെല്ല് ഉണ്ടെന്ന് പറയാം? 2 സെല്ലും ഉണ്ട്, 2 wall ഉണ്ട്. അപ്പൊ 2 wall പറഞ്ഞു, എക്സൈൻ ആൻഡ് ഇൻഡൈൻ. ദെൻ ലാർജ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് എ സ്മോൾ ജനറേറ്റീവ് സെൽ. അപ്പൊ നോക്കിക്കേ, ഇനി വെജിറ്റേറ്റീവ് സെൽസിന് പ്രത്യേകത എന്താണ്? ഈ വെജിറ്റേറ്റീവ് സെൽ എപ്പോഴും എന്തായിരിക്കും? ലാർജ് ആണ്, സൈസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ നമുക്കിവിടെ ഈ സെല്ല് വെജിറ്റേറ്റീവ് സെൽസ് എന്താണ്? ലാർജ് സെല്ലാണ്. ഒപ്പം തന്നെ നിറയെ സൈറ്റോപ്ലാസം ഉണ്ടാവും, അതുപോലെ തന്നെ റിസർവ് ഫുഡൊക്കെ ഉണ്ടാവും. ഇതിനുള്ള ഫുഡൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഒപ്പം തന്നെ എന്താണ്? ഇതിന്റെ ന്യൂക്ലിയസ് കണ്ടോ? ശരിക്കും ഒരു ഇറഗുലർ ഷേപ്പുള്ള ന്യൂക്ലിയസ് ആണ്. ഇറഗുലർ ഷേപ്പുള്ള ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എപ്പോഴും ഇറഗുലർ ഷേപ്പുള്ള ന്യൂക്ലിയസ് ആയിരിക്കും. അതേസമയം നമ്മുടെ ജനറേറ്റീവ് സെല്ലിന്റെ കണ്ടോ എന്താ ഷേപ്പ്? അതിനൊരു സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയും. സ്പിൻഡിൽ വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ഒക്കെ ഷേപ്പുള്ള ഒരു സെല്ലാണ്, സ്പിൻഡിൽ ഷേപ്പ് ആയിട്ടുള്ള സെല്ലാണ്. ഒപ്പം തന്നെ എന്താണ്? ഇതിന് ന്യൂക്ലിയസ് ഉണ്ട്, പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് വോളിന് ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സൈനും ഇൻഡൈനും. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും പുറമെ ഉള്ളതാണ് എന്ത്? ഇത് ഏറ്റവും പുറമെ വരുന്ന വോള് നമുക്ക് എക്സൈൻ എന്ന് കൊടുക്കാം. ഇതാണ് എക്സൈൻ, ഏറ്റവും പുറമെ ഉള്ളത് എക്സൈൻ. ദെൻ ഇന്നർ വോള് ഇൻഡൈൻ. ഇത് ഇൻഡൈനും എക്സൈനും. ഇത് നമുക്ക് ഇവിടെ ഇൻഡൈൻ കൊടുത്തു. ഏറ്റവും പുറമെ ഈ കാണുന്ന വോളാണ് നമുക്ക് എക്സൈൻ കൊടുത്തു. അല്ല, എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളിൻ, ഇൻഡൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. പിന്നെ നമുക്ക് 2 സെൽ. ഏതൊക്കെയാണ് 2 സെല്ല്? വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. അപ്പൊ നമുക്ക് ഇവിടെ ഈ എക്സൈനും ഇൻഡൈന്റെയും പെക്യൂലിയാരിറ്റി നമ്മൾ പറഞ്ഞു. ഏതാണ്? എക്സൈൻ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളിൻ. അപ്പൊ ഈ സ്പോറോപോളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവരെന്താണെന്നറിയോ? ഹൈലി റെസിസ്റ്റന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫോസിൽ സ്റ്റഡീസിൽ, പ്ലാന്റ് ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിന്റെ ഡെഡ് റിമെയിൻസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ മൈൻ ചെയ്തെടുക്കും അല്ലെ? അപ്പൊ അത് കുറെ നാൾ കഴിയുമ്പോൾ അത് എന്തായി മാറി? ഫോസിലായിട്ട് മാറി. അപ്പോൾ പ്ലാന്റ്സിന്റെ ഫോസിൽ സ്റ്റഡീസിൽ ഏറ്റവും കോമൺ ആയിട്ട് അവൈലബിൾ ആവുന്ന പ്ലാന്റ് പാർട്ട് ഏതാണെന്നറിയോ? പോളൻ ഗ്രെയിൻസ് ആണ്. ദ മോസ്റ്റ് കോമൺലി അവൈലബിൾ പാർട്ട് ഓഫ് പ്ലാന്റ് ഈസ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ ഇതിനൊരു ഗീവ് റീസൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. എന്താ റീസൺ കൊടുക്കുക? ബിക്കോസ് the exine pollen grains which consist of 2 layered wall. Outer wall is called exine, that is made up of sporopollenin, which is highly resistant. It cannot be destroyed by microorganisms, invertebrates or any other enzymes or temperature etc. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? The most commonly available plant part is എന്ത് കൊടുക്കാം നമുക്ക്? pollen grain. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചാണെങ്കിൽ പെക്ടോസെല്ലോസ്. ഇപ്പൊ നമുക്ക് എന്താണ്? നമ്മളിപ്പോ പഠിച്ച സ്ട്രക്ചർ പോളൻ ഗ്രെയിൻസിന്റെ എത്ര സെല്ലുള്ള സ്ട്രക്ചർ ആണ്? 2 സെൽഡ് സ്ട്രക്ചർ ആണ്. 2 സെൽ. ഏതാ 2 സെൽ എന്ന് പറഞ്ഞാൽ? ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും എ സ്മോൾ ജനറേറ്റീവ് സെൽ. അപ്പൊ ഇതാണ് നമുക്ക് ലാർജ് സൈസുള്ള വെജിറ്റേറ്റീവ് സെല്ല്, ദെൻ സ്മോൾ സൈസുള്ള ജനറേറ്റീവ് സെൽസ്. ഇതിൽ നിറയുന്നതിന്റെ ന്യൂക്ലിയസിന് പ്രത്യേകിച്ച് ഷേപ്പ്, ഇറഗുലർ ഷേപ്പ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻസിന്റെ ഡിഫറെന്റ് ഷേപ്പാണ്. ഇപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിൽ പോളൻ ഗ്രെയിൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സൈന് ഒരു പ്രത്യേകതയുണ്ട്. ചിലതിൽ ഇങ്ങനെ ലോബ്സ് ഒക്കെ പോലെ തോന്നും, ചിലതിൽ എന്താ വരിക? ഇങ്ങനെ സ്പൈൻസ് പോലെ വരും. അപ്പോൾ ഓരോ പ്ലാന്റ്സിന്റെയും പോളൻ ഗ്രെയിൻസിന് എന്തായിരിക്കും? ഡിഫറെന്റ് ഷേപ്പും ഡിഫറെന്റ് സൈസും ആണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്? ഷേപ്പൊക്കെ മെയിൻ ആയിട്ട് എക്സൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് എന്താണ്? ഈ എക്സൈൻ എന്ന് പറയുന്ന ലെയർ ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. ചില സ്ഥലങ്ങളിൽ എന്തായിരിക്കും? ചെറിയ ചെറിയ ഓപ്പണിങ്സ് വരും. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിനെ പറയുന്ന പേരാണ് ജേം പോർ എന്ന് പറയും. ജേം പോർ. അപ്പൊ നമുക്ക് ഏതാണ് കണ്ടിന്യൂസ് ലെയർ എന്ന് ചോദിച്ചാൽ ഏതാ പറയാ? എക്സൈൻ അല്ല കണ്ടിന്യൂസ് ലെയർ. ആരാണ്? ഇൻഡൈൻ ആണ് കണ്ടിന്യൂസ് ലെയർ. എക്സൈൻ എന്താണ്? നോൺ കണ്ടിന്യൂസ് ആണ്. കാരണം അവിടെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സ് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഇൻഡൈൻ എന്തായിട്ട് വരും? പോളൻ ട്യൂബായിട്ട് വരും. അപ്പൊ ഇൻഡൈന്റെ ഫംഗ്ഷൻ ശരിക്കും എന്താണ്? പ്രൊട്ടക്ഷനും ഉണ്ട്. ഒപ്പം തന്നെ എന്താണ്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബ് ജെർമിനേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ്. അപ്പൊ എന്താ വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഫംഗ്ഷൻ? കുറെ റിസർവ് ഫുഡ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം അത് എന്തുകൂടി സ്റ്റോർ ചെയ്ത് എന്തുകൂടി ഹെൽപ്പ് ചെയ്യും? പോളൻ ട്യൂബിന്റെ ജെർമിനേഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ഔട്ടർ വോളും ഇന്നർ വോളും 2 സെൽഡ്. ഓക്കെ ദെൻ. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ദെൻ. താങ്ക് യു.